ഹായ് സുഹൃത്തുക്കളെ, അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ഓത്തുപള്ളിപ്പുറായ കുനിക്ക് പോകുന്ന ഒരു റോഡാട്ടത് ഈ കാണുന്നത്. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മതി, ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വേഗം വെള്ളം പോകുന്ന ഒരു ഏരിയയാണ്. ഇന്ന് ഇവർ രണ്ടാളും എൻ്റെ കൺമുമ്പ് കണ്ടതാണ്. ഒരു അടിപൊളി ഒരു പരിപാടിയാണ് ഇന്നെടുത്തത്. കാരണം ഒരു 100 കുടുംബക്കാർ താമസിക്കുന്ന ഈ ഏരിയയിൽ ഒരു മഴ പെയ്താൽ തന്നെ വെള്ളം പോകുന്ന ഈ ഏരിയ, വെള്ളം പോകാത്തത് കൊണ്ട് ഇവർ ഈ തോട് വെട്ടി വൃത്തിയാക്കുന്ന ഒരു രംഗം കണ്ടു. നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങാൻ കാരണം എന്താ? ഇത് പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഇറങ്ങിയതാണോ? എന്താണ് ഇതിൻ്റെ? ഞങ്ങള് വെള്ളം കൂടിയത് കൊണ്ട് പിന്നെ എന്താ നോക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴാണ് ഇവിടെ അറിഞ്ഞെടുക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന്. ശരി, ഏതായാലും നല്ലൊരു മനസ്സ് തന്നെയാണ് നിങ്ങളെ ഇവരെടുത്തുന്നുണ്ടായത്. കാരണം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ചിലപ്പം കൃഷി ചെയ്യുന്നവരെന്തോ ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് മാത്രമല്ല ഇതിനോട് ഉപയോഗമുള്ളത്. ഈ തൊട്ടടുത്തുള്ള താമസിക്കുന്ന എല്ലാ വീട്ടുകാർക്കും വളരെ ഒരു ഉപകാരം കിട്ടിയൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തത്. ഏതായാലും നിങ്ങൾ ഇപ്പം ഇന്ന് രാവിലെ വന്നതായിരിക്കും അല്ലേ? രാവിലെ വന്ന് മുൾഭാഗം അടിയിലും മണ്ണുകളൊക്കെ മൊത്തം കയറി. നിങ്ങളുടെ പേര്? സലാമാക്ക, റഷീദാക്ക. ഏതായാലും ഈ സലാമാക്കയും റഷീദാക്കയും ഈ ഒരു നാട്ടുകാർക്കും വേണ്ടിയിട്ട് തന്നെ ഈ ഒരു പ്രവൃത്തിക്ക് ഇറങ്ങിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും ഈ കാണുന്ന പ്രദേശത്തുകാർക്ക് മുഴുവനായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ് ഇവർ ഈ ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ വാഴക്കൃഷിയും മറ്റുള്ള കൃഷികളും ഒക്കെ ചെയ്യുന്നവർക്കും വളരെയധികം ഒരു നല്ല കാര്യം തന്നെയാണ് ഇവർ ഈ ചെയ്തത്. ഈ കഴിഞ്ഞ ഒരൊറ്റ മഴയ്ക്ക് പെയ്ത വെള്ളത്തിനാണ് ഇവിടെ ഈ ഇത്രയും കാണുന്ന വെള്ളം കെട്ടി നിൽക്കുന്നത്. അതിൻ്റെ കാരണം ഇത് ക്ലിയർ ആക്കാത്തത് കൊണ്ടാണ്. ഏതായാലും ഇത് നമ്മുടെ ഭരണകർത്താക്കൾ, അതായത് പഞ്ചായത്ത്, അതേപോലെ ജില്ലാ പഞ്ചായത്ത്, ഇങ്ങനെ ഉള്ള ജനപ്രതിനിധികൾ ഈ ഒരു ഏരിയ വന്ന് സന്ദർശിച്ച് ഇതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അധികാരികൾ കാണും വരെ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം. ഇത്രയും കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഒരു സ്ഥലത്ത് വലിയൊരു തോടാണ് ഇതിലൂടെ ഒഴുകിപ്പോകുന്നത്. ഈ തോടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് 2 ഭാഗവും കെട്ടാനുള്ള ഒരു ഫണ്ട് ഇതിന് ഉപയോഗിച്ച് ഈ പ്രദേശത്തുകാരെ ഇതിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് വിനീതമായിട്ട് നിങ്ങളോട് പറയുകയാണ്. ഇതിൻ്റെ ബുദ്ധിമുട്ട് ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ ഏരിയ മൊത്തം മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഏതായാലും ഇവർ 2 പേരും ഈ ഒരു സ്ഥലം വെട്ടി ക്ലിയറാക്കി അറിയാം. വെള്ളം നല്ലോണം ഒഴുകി പോകുന്നുണ്ട്, കണ്ടില്ലേ, നല്ല രീതിയിൽ. ഏതായാലും ഇന്നത്തെ ഒരു ലൈക്ക് ഇവർക്ക് ഏതായാലും കൊടുക്കുക. അടിപൊളി പ്രവർത്തനമാണ് ഇന്ന് വരുന്നത്. ഏതായാലും ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കാണുക. 2 പേരും ചെയ്ത ഓരോ പണികൾ കണ്ടില്ല നിങ്ങൾ. ഇപ്പം നല്ല രീതിയിലാണ് വെള്ളം ഒഴുകി പോണത്. അപ്പം ഇത് എനിക്ക് പറയാനുള്ളത് എന്താ, തൊഴിലുറപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മേഖലയിൽ ഇതിൽ ഫണ്ട് വകയിരുത്തിയിട്ട് ഈ തോടുകൾ സംരക്ഷിക്കൽ എല്ലാവർക്കും ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഒന്ന് ഉഷാറായിട്ടോ നമ്മളെ പരിപാടി. എന്നായിക്കോട്ടെ, ഓക്കെ. അപ്പം കണ്ടില്ല നിങ്ങൾ ഈ തോട് വൃത്തിയാക്കിയത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവർ ഇന്ന് ഈ എടുത്ത പണി എന്ന് പറഞ്ഞാൽ വമ്പ പണി തന്നെയാണ്. ഈ റോഡിൻ്റെ മുകൾ ഭാഗത്തേക്കും താഴെ ഭാഗത്തേക്കും ഈ തോട് അത്യാവശ്യം നീളത്തിൽ നീണ്ടു പോകുന്ന ഒരു തോട് തന്നെയാണ്. എല്ലാം സൂം ചെയ്ത് കാണിച്ചു തരാണ്ടില്ല. ഞങ്ങൾ അത്രയും ദൂരം മുതൽ റോഡിൻ്റെ ഈ ഒരു സ്ഥലം വരെ നല്ല രീതിയിൽ വെട്ടി വെളിച്ചാക്കിയിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് എൻ്റെ അയൽവാസിയായ കള്ളാരത്തൊടുവിൽ മുഹമ്മദ് കുട്ടിയാക്കൻ ഓർക്കുകയാണ്. കാരണം എല്ലാ മഴക്കാലം വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇതേപോലെ കാട് പിടിച്ച് കിടക്കുന്ന ഈ തോട് നല്ല രീതിയിൽ വെട്ടി വെളിച്ചമാക്കിയിട്ട് വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സൗകര്യപ്പെടുത്താറുണ്ടായിരുന്നു. ഏതായാലും നമ്മളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട് മുഹമ്മദ് കുട്ടിയാക്ക. മരിച്ചുപോയ മുഹമ്മദ് കുട്ടിയാക്കൻ്റെ കബറിടം സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കുമാറാട്ടെ. എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ അടിനങ്ങൾ ഈ താഴെ ഭാഗത്തേക്ക് അത്രയും ദൂരം ഇവർ 2 പേരും വെട്ടി വെളിച്ചമാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഏതായാലും എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം.